മാസ്റ്ററുടെ പാട്ടിൻ്റെ മണിവീണ ഇപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മറ്റൊരു മനോഹരമായ ഗാനം കിരീടം. ഇന്നും മലയാളികൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കിരീടത്തിൽ നിന്നുമാണ് ഈ ഗാനം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി കടന്നുപോയ ഒട്ടനവധി ഗാനങ്ങളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ജോൺസേട്ടന് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ഗാനം. 5 തവണ കേരള സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് ജോൺസൺ നേടിയിട്ടുണ്ട്. 1982 ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്കായിരുന്നു അവാർഡ്. തുടർന്ന് 4 അവാർഡുകൾ. മലയാള ചലച്ചിത്ര സംഗീതത്തിന് ആദ്യമായി ഒരു നാഷണൽ അവാർഡ് കൊണ്ടുവരുന്നത് ജോൺസേട്ടനാണ്. 1972 വയലാർ രാമോർമ്മയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള നാഷണൽ അവാർഡ് നേടിയതിനു ശേഷം നമ്മുടെ സീനിയർ ഗുരുക്കന്മാരായ ഒരു സംഗീത സംവിധായകർക്കും ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല. അതാദ്യമായി നമുക്ക് കൊണ്ടുവന്നു തന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായ സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ മാസ്റ്റർ. സുഹൃതം, പൊന്തന്മാട എന്നീ 2 ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഒരുക്കിയതിനാണ് ജോൺസേട്ടൻ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടുന്നത്. സുഹൃതം എന്ന ചിത്രത്തിൻ്റെ ഗാനങ്ങൾ ഒരുക്കിയത് ബോംബെ രവിയായിരുന്നു. അതിലെ പശ്ചാത്തല സംഗീതത്തിന്. പൊന്തന്മാട എന്ന ചിത്രത്തിൽ ഒറ്റ ഗാനമേ ഉള്ളൂ, അത് പാടിയത് ജോൺസേട്ടനും സംഘവുമാണ്. ജോൺസേട്ടൻ അറിയപ്പെടേണ്ടത് ഗാന സംവിധായകൻ എന്ന രീതിയിൽ മാത്രമല്ല, മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ. ഒരു തിരക്കഥാകൃത്തിനെ പോലെ, ഒരു ക്യാമറാമാനെ പോലെ സിനിമയിലെ നാം ആരാധിക്കുന്ന താരങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ ഒറ്റ ആവർത്തി സിനിമ കണ്ട് നോട്ട്സ് മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ടാണ് ജോൺസൺ മാസ്റ്റർ ഓരോ ഗാനവും ഓരോ സിനിമയും നമുക്ക് വേണ്ടി ഒരുക്കിയത്. നാം കേൾക്കാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ സിബി മലയിൽ സംവിധാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്രമായ കിരീടത്തിൽ നിന്നും ഈ കണ്ണീർ പൂവ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഗായകൻ വിനോദ്. പ്ലീസ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറിഞ്ഞു, എന്തേ പുള്ളൂർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളൂർക്കുടം കീഴുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി.
ഒരു കുഞ്ഞു പാട്ടായി വിതുങ്ങി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടിപ്പിടഞ്ഞു കാറ്റും ഒരുപാടു നാളായലഞ്ഞു പൂന്തന്നലി പൊന്നോളമായി ഒരു വാക്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങും മൗനം എങ്ങോ പുള്ളോർക്കുടം പോലെ വിങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടി മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. വേലപ്പൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചലച്ചിത്ര സംഗീത സംവിധായകനായപ്പോൾ കെ വി മഹാദേവൻ എന്ന മഹാനായ സംഗീതകാരൻ്റെ ശിഷ്യനായി പിന്നീട് പാട്ടുകൾ ചെയ്യാനിറങ്ങിയ വേലപ്പൻ നായർ പുകഴേന്തി എന്ന പേര് സ്വീകരിച്ചു. അപാരസുന്ദര നീലാകാശത്തിലേക്ക് പാട്ടുകളെ പായിച്ച ഭാസ്കരൻ മാസ്റ്ററുടെ ഒട്ടനവധി ഗാനങ്ങൾ. ഒരിക്കൽ മാതൃഭൂമിയിൽ ഒരു അഭിമുഖത്തിൽ പുകഴേന്തി സാർ പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ എൻ്റെ എല്ലാ ഗാനങ്ങളും ദേവരാജൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാരണം എനിക്ക് ഹരിവരാസനം എന്ന അയ്യപ്പ ഭക്തിഗാനം ഒരിക്കലും ദേവരാജൻ ചെയ്ത പോലെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. എനിക്ക് ഹരിവരാസനം എന്ന ഒരു ഗാനം മതി. ജോൺസേട്ടൻ ഓർമ്മയായപ്പോൾ മറ്റൊരു സംഗീത സംവിധായകൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു: ഞാൻ എൻ്റെ എല്ലാ പാട്ടുകളും ജോൺസന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജോൺസന്റെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന ഗാനം, അതുപോലൊരു ഗാനം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുമില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞയാളാണ് ഇവിടെ നേരത്തെ നീ എൻ്റെ ജീവനിൽ നിറയൂ എന്ന് പാടിപ്പോയ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ ഒരുക്കിയ ഹൃദയഗീതങ്ങൾ എത്രയെത്ര. പക്ഷേ ദേവാങ്കണങ്ങൾക്ക് മുന്നിൽ താൻ വെറുമൊരു സംഗീത ശിശു എന്നാണ് ഔസേപ്പച്ചൻ അന്ന് പറഞ്ഞത്. ഇതാ നാം കേൾക്കാൻ പോകുന്നത് അതിപ്രശസ്തമായ ഈ ഗാനമാണ്. പറന്ന് 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 ഗന്ധർവ ലോകത്തേക്ക് പോയ കാവ്യഗന്ധർവന്മാർക്കും ഗാനങ്ങൾ ഒരുക്കിയ ഗന്ധർവന്മാർക്കും സാഹിത്യ ഗന്ധർവന്മാർക്കും ഒപ്പം പാട്ടുകളുടെ ലോകത്തുനിന്ന് നമ്മെ വിട്ടുപോയ ജോൺസേട്ടൻ എന്ന ദേവാങ്കണത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അനിൽ ആലപിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രശസ്ത കൂട്ടുകെട്ടായ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ നിന്നും പിറന്ന അതിമനോഹരമായ ദേവാങ്കണം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതഗണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി
ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്രവേണൂതും ചൈത്രവേണൂതും മധുമന്ത്രതോകിലങ്ങളും നീടമേകുമിന്ദ്രനീല രാത്രി നേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതഗണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ സകല സഗമപ മദപാമ മദനി സരി സഗ മദനി തമ സഗ മദ മഗ സനി ദനി സ പമഗ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ വരവല്ലകി തേടും വരവല്ലകി തേടും വിരഹാദ്ര പഞ്ചമങ്ങൾ സ്നേഹസാന്ദ്രമാകുവീതിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകി പവിഴം ഒഴിയും അമൃതഗണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ജോൺസേട്ടൻ്റെ ഈ സ്മൃതി സന്ധ്യ ആസ്വദിക്കാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മാത്രമല്ല ഗൾഫിൽ നിന്നും പല സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയ സുഹൃത്ത് ജെന്നി ഖത്തറിൽ നിന്നും ഈ പരിപാടി കേൾക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ജോൺസേട്ടനുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തിനുള്ള സ്നേഹം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അടുത്തത് ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന ചിത്രത്തിലെ നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ജോൺസൺ ഗീതമാണ്. കെ.എസ്. ചിത്ര പാടിയ ഏറ്റവും മനോഹരമായ ജോൺസൺ ഗീതം എന്നും ഇതിനെ പറയാം. അത് കെ.എസ്. ചിത്ര തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭരതേട്ടൻ പാട്ട് പ്ലാൻ ചെയ്യാനിരിക്കുമ്പോൾ ജോൺസേട്ടനോട് പറയും ഇൻസ്പയർഡ് സോങ്സ് പറയും.
ഒറ്റ ഗാനം മാത്രമേ അങ്ങനെ ഇൻസ്പയർഡായി ചെയ്തിട്ടുള്ളൂ ജോൺസൺ മാസ്റ്റർ. എല്ലാം ഒറിജിനലാണ് അദ്ദേഹത്തിൻ്റെ. പ്രിയസഖി ഗംഗെ എന്ന ഗാനത്തിൻ്റെ മൂഡിലുള്ള ഒരു പാട്ട് ഉണ്ടാക്കും ജോൺസൺ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഗാനം പിറന്നത്. പാട്ടിൻ്റെ ഏതോ ലോകത്തേക്ക് മാറി പറന്ന് പോയ രാജഹംസമേ, പ്രിയപ്പെട്ട ജോൺസേട്ട, ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ ഏറ്റവും പ്രശസ്തമായ കൈതപ്രം ജോൺസൺ ടീം ഒരുക്കിയ മനോഹരമായ ഗാനം രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാൻ വേണ്ടി ഞാൻ അഭിമാനപൂർവ്വം ഒരു യുവ ഗായികയെ ക്ഷണിക്കുകയാണ്. മഞ്ച് സ്റ്റാർ സിംഗറിലൂടെ നിങ്ങളേറെ ഇഷ്ടപ്പെട്ട ഗായികയാണ് കീർത്തന ശബരീഷ്. അതുപോലെ സൂര്യ ടി വിയിലെ സംഗീത മഹായുദ്ധത്തിലൂടെ, സംഗീതം യുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ, സംഗീത മഹായുദ്ധത്തിലൂടെ വിന്നറായി മാറിയ കീർത്തന ശബരീഷ് കോഴിക്കോട്ടുകാരിയാണ്. കീർത്തന ശബരീഷിനെ ഈ മനോഹരമായ ജോൺസൺ കൈതപ്രം കൂട്ടുകെട്ടിൽ പിറന്ന ഭരത ചിത്രത്തിലെ ഈ ഗാനം ആലപിക്കാൻ ആഹ്ലാദപൂർവ്വം ക്ഷണിക്കുന്നു. രാജഹംസമേ മഴവിൽ കൂടിനിൽ
കൈതപ്പുറം എഴുതിയതുപോലെ മലയാളത്തിൻ്റെ സ്നേഹഗായകനായ ജോൺ സേട്ടൻ്റെ ഓർമ്മകൾക്കൊപ്പം നാം ഇനി അടുത്ത് കേൾക്കുന്നത് മറ്റൊരു സ്നേഹഗായകനായിരുന്ന 80കളിൽ തുടങ്ങി 70കളുടെ അവസാനത്തിൽ തുടങ്ങി 2005 വരെ മലയാളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഒരുക്കിയ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് ജോൺസൺ സ്മൃതിയിൽ പ്രണാമം. രാഘവൻ മാസ്റ്റർ മുതൽ അർജുനൻ മാസ്റ്റർ വരെയുള്ള സംഗീത സംവിധായകർ നമുക്ക് തന്ന പാട്ടുകളുടെ കാലം എവിടെയോ വെച്ച് മാറിയപ്പോൾ മലയാള ചലച്ചിത്ര സംഗീതം എങ്ങോട്ട് തിരിയും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ജോൺസൺ, രവീന്ദ്രൻ തുടങ്ങിയ 2 സംഗീത ജീനിയസുകൾ വന്ന് പിറക്കുന്നത്. ഏതോ ജന്മകൽപ്പനയിലെന്ന ഈ സ്മൃതി സന്ധ്യയിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് 80കളിൽ പാട്ടിന് വീണ്ടും തേനും വയമ്പും ചേർത്ത് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട രവീന്ദ്ര മാസ്റ്ററെ ഓർക്കുകയാണ്. തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കുമ്പോൾ എനിക്ക് ഊട്ടിക്ക് പോകാൻ തോന്നും. അത്ര മനോഹരമാണ് അശോക് കുമാർ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. തേനും വയമ്പും എന്ന് തുടങ്ങുന്ന അതിപ്രശസ്തമായ ഗാനം 1981 ഇറങ്ങിയ ഈ ചലച്ചിത്രത്തിലെ അതിമനോഹരമായ രവീന്ദ്ര സ്പർശമുള്ള ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത ഗായിക ചിത്ര അയ്യർ. വീണ്ടും
നമ്മുടെ ജോൺസേട്ടൻ്റെ സഹോദരൻ ചാക്കോ ജോൺസേട്ടൻ്റെ അതിപ്രശസ്തമായ ഒരു ഗാനം വയലിൻ സോളോ ആയി ഇവിടെ അഞ്ജലിയായി അർപ്പിക്കുന്നു. മലയാളി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മലയാള ഭാഷയ്ക്കും സിനിമയ്ക്കും ഗാനങ്ങൾക്കും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഭാസ്കരൻ മാസ്റ്ററുടെ അതിമനോഹരമായ ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ സ്വർണ്ണമുഖിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വായിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്ത് പഴയ ചില പുസ്തകങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ തൃശ്ശൂരിനെ കുറിച്ച് എന്താണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയത് എന്നെ അത്ഭുതപ്പെടുത്തിയ വരികളാണ്. തൃശ്ശൂരിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. നവോത്ഥാന കാലത്തിൻ്റെയും സമരവീരത്തിൻ്റെയും ദേശീയ ബോധത്തിൻ്റെയും അക്ഷരമാല പഠിപ്പിക്കാൻ പലരെയും തേക്കിൻകാട് എന്ന ഉരുളിക്ക് ചുറ്റും എഴുത്തിനിരുത്തിയ സ്ഥലം എന്നാണ് തൃശ്ശൂരിനെ പറ്റി പറഞ്ഞത്. കാരണം തൃശ്ശൂരിനെ ഏറെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ഭാസ്കരൻ മാസ്റ്ററുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പദം പദം മുറച്ച് പാടി പാടിപ്പോക നാം എന്ന് പാടിത്തന്ന നമുക്ക് ഇന്നും മലയാളികളുടെ ആദ്യകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ ഭാസ്കരൻ മാസ്റ്റർ പാട്ട് കേട്ടാൽ മതി. ഭാസ്കരൻ മാസ്റ്ററുടെയും സ്മരണയ്ക്ക് മുന്നിൽ ഈ ജോൺസൺ സ്മൃതി സന്ധിയിൽ കേൾക്കുക, ആസ്വദിക്കുക. സ്വർണ്ണമുഖിലെ എന്ന ഗാനത്തിൻ്റെ വയലിൻ സോളോ ബൈ മിസ്റ്റർ ചാക്കോ.